അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ സൂറ ബഖറ 203 ആയത്ത് വരെ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് ബാക്കി വരുന്ന ഭാഗങ്ങൾ നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസി മൻ യുഅജിബുക ഖൗലുഹു ഫിൽ الحياة الدنيا ويشهد الله على ما في قلبه وهو ألد الخصام ومن الناس. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കാൻ ശ്രദ്ധിക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക കേട്ടോ. നൂനിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. അഖ്മൽ ഉന്നനാണ് നന്നായിട്ട് മണിച്ചൂത. നൂനിൻ്റെ കൂടെ അലിഫ് മദ്ദും കൂടെ വന്നിട്ടുണ്ട്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. വമിനന്നാസി മൻ യുഅജിബുക. നൂൻ സാക്കിനയ്ക്ക് ശേഷം ഇദാം ബിഗുന്നയുടെ അക്ഷരമായിട്ടുള്ള യാ വന്നു. നൂൻ സാക്കിനയെ യായിലേക്ക് ലയിപ്പിച്ച് ഉന്നയോടുകൂടി ഓതാൻ ശ്രദ്ധിക്കുക. മൻ യുഅജിബുക. നൂനിൻ്റെ സൗണ്ടിന് അവിടെ കേൾക്കൂല, പൂർണ്ണമായിട്ടും യായിലേക്ക് ലയിപ്പിച്ചു കൊടുക്കുക കേട്ടോ. മൻ യുഅജിബുക ഖൗലുഹു. അതിൻ്റെ സൗണ്ടിന് ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. കൊൽക്കല ലെറ്ററില്ലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഉച്ചരിക്കുക. ഖൗലു കോഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ നാവിൻ്റെ ബേക്ക് നന്നായിട്ട് മുകളിലേക്ക് പൊക്കി കൊടുത്തിട്ട് തഫ്ഹീം ചെയ്യുക കേട്ടോ. ഖൗലുഹു ഫിൽ ഹയാത്തിദ് ദുനിയാ. ഹ കൂടെ വാവ് സൈറയാണ് വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഫിൽ ഹയാത്തി ദുനിയ. ഫ കൂടെ വന്നിട്ടുള്ള യാമദിനെ നമ്മൾ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഹംസത്തുൽ വസ്ൽ വന്നല്ലോ, അപ്പോൾ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടായി പോകരുത്. അക്സൽ ഹൽക്കിൽ നിന്നും പുറപ്പെടുന്ന തൊണ്ടയുടെ അവസാന ഭാഗത്തു നിന്നും പുറപ്പെടുന്ന ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ട് കൊടുക്കരുത്. ഹ ഫിൽ ഹയാത്തി ദുനിയ. ഇവിടെ ഈ വാവ് സായതയാണ് കേട്ടോ. ഇവിടെ ഹയവാത്തി ദുനിയ എന്ന് ഓതിപ്പോവാൻ ചാൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക. ഹയാത്തി യാ കൂടെ വന്നിട്ടുള്ള അലിഫ് സ്വഗീറയാണ് അവിടെ കാണുന്നത്, വാവിൻ്റെ കൂടെയുള്ള കേട്ടോ. ഹയാത്തി ദുനിയ. ദാലിന് ശ്രദ്ധ വന്നു, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കുക. യാ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിക്കാൻ ശ്രദ്ധിക്കുക. പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക. ഷീനിന് ഹാഫ് സുക്കൂന് കൊടുക്കുകയും ചെയ്യുക. കൊൽക്കല ലെറ്ററിലല്ലോ, അപ്പോൾ ഹാഫ് സുക്കൂന് കൊടുക്കുക. വയുഷ്ഹിദു നോതരുത്. വയുഷ്ഹിദു അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് വമ്മ വന്നു. അപ്പോൾ നമ്മൾ അവ്വാ എന്നുള്ള നാമത്തിലെ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. വയുഷ്ഹിദുല്ലാഹ അലാ മാ ഫീ ഖൽബിഹി. അയിനിൻ്റെ സൗണ്ടിനെ ഹംസയുടെ സൗണ്ടായി പോവാതെ നോക്കുക. തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് തന്നെ സൗണ്ടിനെ കൊണ്ടുവരാനും ശ്രദ്ധിക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് സൊയറ വന്നു, 2 കൗണ്ട് മാത്രം നീട്ടിക്കൊടുക്കുക കേട്ടോ. മീമിൻ്റെ കൂടെയും അലിഫ് മദ് വന്നിട്ടുണ്ട്, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഫ കൂടെ യാ മദ് വന്നു, അവിടെയും നമ്മൾ 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക. ഫീ ഖൽബിഹി വഹുവ അലദ്ദുൽ ഖിസാം. ഖാഫ് ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. നാവിൻ്റെ ബേക്ക് നന്നായിട്ട് മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യുക കേട്ടോ. ലാം കൊൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഹ കൂടെ യാ സൊയറയാണ് വന്നിട്ടുള്ളത്, 2 കൗണ്ട് നീട്ടി വായിക്കുക കേട്ടോ. വഹുവ അലദ്ദുൽ ഖിസാം. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കുക. ദാലിന് ശ്രദ്ധ വന്നിട്ടുണ്ട്, 2 അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം. ലാം കൊൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക. ഹ ഇസ്തിഅലാൻ്റെ ലെറ്ററാണ്. ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിന് കെസ്റയാകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നാവിൻ്റെ ബേക്ക് കൂടുതലായിട്ട് മുകളിലേക്ക് പൊക്കാൻ കഴിയില്ല. അപ്പോൾ അക്ഷരത്തിൻ്റെ സൗണ്ടിനെ കറക്റ്റ് ആക്കാൻ നോക്കുക കേട്ടോ. അലദ്ദുൽ ഖിസാം. സ്വാദ് ഇസ്തിഅലാൻ്റെയും ഇഖ്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നമ്മുടെ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് വേണം തഫ്ഹീം ചെയ്യാനായിട്ട്. ഇവിടെ അവസാനത്തിൽ മദ് ആദ്യ സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. وَإِذَا تَوَلَّى سَعَى فِي الْأَرْضِ لِيُفْسِدَ فِيهَا وَيُهْلِكَ الْحَرْثَ وَالنَّسْلَ وَاللَّهُ لَا يُحِبُّ الْفَسَادَ. وَإِذَا تَوَلَّى. വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ.
പല്ലിനെ ചുണ്ടിൽ തട്ടിക്കാതെ നോക്കുക. വ ഇദാ തവല്ല, ത ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. തവല്ല എന്ന് ഓതിപ്പോരുത്. തവല്ല, വാവ് ചുണ്ടിനെ സർക്കിൾ ചെയ്ത് പിടിച്ചിട്ട് ഉച്ചരിക്കുക കേട്ടോ. ലാമിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന കനം കൊടുക്കണം, പക്ഷെ മണിക്കാൻ പാടില്ല കേട്ടോ. തവല്ല എന്ന് ഓതിപ്പോവരുത്. തവല്ല. അലിഫ് സോയറയാണ് കൂടെ വന്നിട്ടുള്ളത്. 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. സഫിൽ ഔ, അതിൻ്റെ സൗണ്ടിനെ ക്ലിയർ ആക്കി കൊടുക്കുക കേട്ടോ. അലിഫ് സോയറ വന്നിട്ടുണ്ട്, അപ്പോൾ 2 കൗണ്ട് മാത്രം നീട്ടിക്കൊടുക്കുക. ഫ കൂടെ വന്നിട്ടുള്ള മദ്ദിനെ കൂട്ടി ഓതുമ്പോൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഹംസത്തുൽ വസ്ൽ വന്നല്ലോ, അതുകൊണ്ട് മദ്ദിനെ കട്ട് ചെയ്തിട്ട് ഉച്ചരിക്കുക. ഫിൽ ഔദി ലിയുഫ്സിദ ഫീഹാ, ഫൽക്കല ലെറ്ററിലാകുന്നത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. വാദ് ഇസ്തിഅലാഇൻ്റെയും ഇഖ്ബാക്കിൻ്റെയും ലെറ്ററാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, ഇഖ്ബാക്കിൻ്റെ ലെറ്റേഴ്സിന് കെസ്റി ആയാലും നമ്മുടെ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നമുക്ക് ഉയർത്തി കൊടുക്കണം. ഇസ്തിഅലാൻ്റെ ലെറ്റേഴ്സിന് കെസ്റി ആകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മുകളിലേക്ക് പൊക്കി കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇഖ്ബാക്കിൻ്റെയും ഇസ്തിഅലാൻ്റെ ലെറ്ററിൽപ്പെട്ടതാണല്ലോ വാദ്. അപ്പോൾ നാവിൻ്റെ മുഴുവൻ ഭാഗങ്ങളും മുകളിലേക്ക് ഉയർത്തിയിട്ട് തഫ്ഹീം ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ലിയുഫ്സിദ ഫീഹ, ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. മേലെ മുൻപല്ലിൻ്റെ അറ്റം താഴെ ചുണ്ടിൻ്റെ ഉൾവശത്ത് നനഞ്ഞ ഭാഗത്ത് വെക്കുക കേട്ടോ. കൊൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക. ഫ കൂടെ യാമദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക. ഹ കൂടെ അലിഫ് മദ്ദാണ് വന്നിട്ടുള്ളത്, അവിടെയും നമ്മൾ 2 കൗണ്ട് മാത്രം നീട്ടാൻ ശ്രദ്ധിക്കുക. വയുഹ്ലികൽ ഹർഫ്, വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. ഹ കൊൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. വയുഹ്ലിക്കൽ ഹെർഫ എന്ന് ഓതിപ്പോകരുത്. വയുഹ്ലിക്ക, യുഹ്ലിക്ക അതുപോലെ ഓതുക കേട്ടോ. കാഫ് ഉച്ചരിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഉച്ചരിച്ചു കൊടുക്കുക. വയുഹ്ലിക്കൽ ഹെർഫ്, ഹ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ സൗണ്ടിനെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ലാമിനും ഹാഫ് സുക്കൂന് കൊടുക്കുക. റോക്കും നമ്മൾ ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. സ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക. നമ്മുടെ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ അറ്റത്ത് വെക്കുക. അതോടൊപ്പം തന്നെ നാവിൻ്റെ കുറച്ച് ഭാഗം പുറത്തോട്ട് കാണുന്ന രൂപത്തിൽ വെച്ചിട്ട് കുറച്ച് എയർ പാസ് ചെയ്യണ സൗണ്ടും കൊടുക്കുക കേട്ടോ. സീനിൻ്റെ സൗണ്ടായി പോവാതെ നോക്കുക. ഹെർസ എന്നായി പോകരുത്. ഹെർസവന്നസ്, വാവ് ഉച്ചരിക്കുന്ന സമയത്ത് ചുണ്ടുകളെ സർക്കിൾ ചെയ്ത് പിടിക്കുക. നൂനിന് ശ്രദ്ധ വന്നിട്ടുണ്ട്. അക്മൽ റൗണ്ടനാണ്, നന്നായിട്ട് മണിക്കുക. വന്നസ്. സീൻ കൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കുക. ഇവിടെ വഖഫിൻ്റെ ചിഹ്നമായിട്ടുള്ള ജീമാണ് വന്നിട്ടുള്ളത്. വഖഫും വസ്ലും നമുക്കവിടെ അനുവദനീയമാണല്ലോ. അപ്പോൾ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ലാമിനും ഹാഫ് സുക്കൂന് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകളെ വട്ടത്തിൽ പിടിച്ചു കൊടുക്കുക. അവ്വാ എന്നുള്ള നാമത്തിൻ്റെ മുന്നേയുള്ള അക്ഷരത്തിന് ഫതഹ് വന്നതുകൊണ്ട് അവ്വാ എന്നുള്ള നാമത്തിൽ ലാമിനെ ഉയർത്തിയിട്ട് ഉച്ചരിക്കുക. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നു, 2 കൗണ്ട് നീട്ടിക്കൊടുക്കുക കേട്ടോ. യുഹിബ്ബു, ഹ എന്നുള്ള അക്ഷരത്തിൻ്റെ സൗണ്ടിനെ തൊണ്ടയുടെ മധ്യഭാഗത്ത് തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ലാം കൽക്കല ലെറ്ററിലാത്തത് കൊണ്ട് ഹാഫ് സുക്കൂന് കൊടുക്കാനും ശ്രദ്ധിക്കുക. ഫ ലൈറ്റ് ആക്കിയിട്ട് ഉച്ചരിക്കുക കേട്ടോ. അവസാനത്തിൽ മദ് 6 സുക്കൂനിൽ വഖഫ് ചെയ്യുമ്പോൾ 2, 4, 6 കൗണ്ട് വീതം നീട്ടി വഖഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.